കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വൻ ലാഭം നേടാനുള്ള കുറുക്കുവഴി വമ്പൻ പാരയായി മാറിയാലോ? ഇങ്ങനൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികളിൽ ഒന്നായ മൊണ്ടാലെസ്. ഓറിയോ ബിസ്ക്കറ്റ്, കാഡ്ബറി, ഡയറി മിൽക്ക് എന്നിവയുടെ നിർമ്മാതാക്കളാണിവർ. ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനുള്ള മൊണ്ടാലെസിന്റെ ശ്രമങ്ങൾ കണ്ടെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്പനിക്ക് $366 മില്യൺ, ഏകദേശം 3048 കോടി രൂപ പിഴ ചുമത്തുകയുണ്ടായി. ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നതിന് വേണ്ടി 37 രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ ബ്ലോക്കിൽ താങ്കളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിയന്ത്രിച്ചതിനാലാണ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ക്രാഫ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, കോഫി എന്നിവയുടെ നിർമ്മാതാക്കളിൽ ഒന്നാണ്. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, കോഫി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാലാണ് മൊണ്ടാലെസിനെ പിഴ ചുമത്തിയതെന്ന് യൂറോപ്യൻ യൂണിയൻ കോമ്പറ്റീഷൻ കമ്മീഷണർ മാർഗ്രറ്റ് വെസ്റ്റ്ജർ പറഞ്ഞു. കമ്പനി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ഇരട്ടി വില നൽകേണ്ടി വരുമെന്നത് യൂറോപ്യൻ യൂണിയൻ ആരോപിച്ചു. നിലവിൽ വിലക്കയറ്റം നേരിടുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു കമ്പനിയുടെ നീക്കം. മൊണ്ടാലെസ് താങ്കളുടെ വിപണി മേധാവിത്വം ദുരുപയോഗം ചെയ്തതായി കമ്മീഷൻ പറഞ്ഞു. 2012-നും 2019-നും ഇടയിൽ ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ വില കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നതിന് കമ്പനി ശ്രമിച്ചു എന്ന് യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തുകയുണ്ടായി. വില കൂടുതലുള്ള ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, റൊമാനിയ എന്നിവിടങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും വിൽക്കുന്നത് ഒഴിവാക്കാൻ ജർമ്മനിയിലെ ഒരു വ്യാപാരിക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് മൊണ്ടാലെസ് വിസമ്മതിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം കമ്പനി താങ്കളുടെ ചില ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ നെതർലാൻഡ്സിലെ വിതരണവും നിർത്തുകയുണ്ടായി. അതിനാൽ അവ ബെൽജിയത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാതെയായി. നെതർലാൻഡിൽ കമ്പനി ഈ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ പഴയ കാര്യമാണെന്നും നിലവിൽ വിപണനം അങ്ങനെയല്ല എന്നും മൊണ്ടാലെസ് വ്യക്തമാക്കി. മൊണ്ടാലെസ് കഴിഞ്ഞ വർഷം $3600 കോടി വരുമാനം നേടിയിരുന്നു.